അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ ദിവസങ്ങളുടെ നേതാവായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുമാത്രമല്ല, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലിൽ അയ്യാമിക്കും യൗമുൽ ജുമുഅ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിശ്ചയം നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിനം വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയപ്പെട്ട ദിനങ്ങളിൽ ഒറ്റ ദിനം, ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അത് വെള്ളിയാഴ്ച ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമതായിട്ടോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ദിവസങ്ങളുടെ നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളിലെ നേതാവായിട്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത്. മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ദിനം അത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറയുന്ന, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച ദിവസമാ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സൂര്യനുദിക്കുന്ന ദിവസമുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സൂര്യനുദിക്കുമല്ലോ. ആ സൂര്യനുദിക്കാത്ത ദിവസം പടച്ചവനെ ഈ ലോകത്തിൻ്റെ നാശമാണല്ലോ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതെന്നറിയുമോ? അത് ജുമുഅ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ജുമുഅ ദിവസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ മനുഷ്യനായ അബുൽ ബശർ ആദം നബി അലിഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയാണ് ലോകത്താദ്യമായിട്ട് അല്ലാഹുവേ പടച്ചവൻ ആദ്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പടച്ചവൻ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു മനുഷ്യനെന്ന് പറയുന്നൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ട് ആദ്യത്തെ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ച ദിവസം വെള്ളിയാഴ്ചയാ. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. അതിനു വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഖുർആൻ ഓതുന്നത്, അതിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്, അതിനു വേണ്ടിയാണ് തിരക്കുകൾ മാറ്റിവെച്ച് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് പലരും കയ്യിലും മൊബൈലും പിടിച്ചുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കാൻ കാത്തിരിക്കുന്നത്. എന്തിനു വേണ്ടി എന്നറിയുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ചയാ. സ്വഹാബാ, ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അള്ളാഹു പ്രവേശിക്കപ്പെട്ടതും അവിടെ നിന്ന് പ്രവേശിപ്പിക്കപ്പെട്ടതും അതും വെള്ളിയാഴ്ച ദിവസമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടതും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു യൗമ قال خير يوم طلعت عليه الشمس يوم الجمعة فيه خلق آدم عليه السلام وفيه أدخل الجنة وفيه أخرج منها ولا تقوم الساعة إلا في يوم الجمعة. മഹാനായ
സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുന്നു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗ്ഗത്തിലെ പ്രവേശനം നൽകപ്പെട്ടതും അതിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതും അതേ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി പറയുകയാണ്, അൻ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി നഫ്ഖാ വഫീഹി സഅഖാ. മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ജുമുഅ ദിനമാണ്. ആദം നബിയെ പടയ്ക്കപ്പെട്ടത് അതിനാലാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസമാ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും തകർക്കുന്നതിന് വേണ്ടി ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് തിങ്കളാഴ്ചയല്ല, വ്യാഴാഴ്ചയല്ല, അതൊരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഫീഹി തഖൂമു സ്സആ, അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പൊ തന്നെ വെള്ളിയാഴ്ചയുടെ എത്ര മഹത്വം പഠിച്ചു. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നതിന് അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് അവിടെ നിറക്കി വിട്ടതും വെള്ളിയാഴ്ച ദിവസം. എന്തിന്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് വെള്ളിയാഴ്ച ദിവസം. ഈ ലോകം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എത്രയോ ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു യൗമ തലഅത് ഫീഹി ശംസു യൗമൽ ജുമുഅ ഫീഹി ഖുലിക ആദം വഫീഹി ഉഹ്ബിത വഫീഹി തീബതു അലൈ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി എവിടെ നിന്ന് പഠിപ്പിക്കുന്നു, സൂര്യോദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാകുന്നു. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ തൗബ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ലോകത്താദ്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിലുള്ള പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസം. അവിടെ നിന്ന് ഹദീസ് പറയുന്നു, ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസം. ഭൂമിയിലെ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് ഭയത്തിലാണ് വെള്ളിയാഴ്ച പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനും ജിന്നുകളും ഒഴിച്ചിട്ട് ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഓരോ വെള്ളിയാഴ്ച പ്രഭാതം പൊട്ടിവിളിരുന്നത് ഒരു ഭയത്തോടു കൂടിയാണ്. നമുക്ക് ആ ചിന്തയില്ലല്ലോ. ഓരോ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഉസ്താദെ ഈസാ നബി വന്നില്ലല്ലോ, മഹദി ഇമാമ് വന്നില്ലല്ലോ, ഒറ്റക്കണ്ണനെ കണ്ടില്ലല്ലോ, ഇരട്ടക്കണ്ണനെ കണ്ടില്ലല്ലോ, അടയാളങ്ങളൊന്നും വന്നില്ലല്ലോ. നമ്മളിതാ പറയുക, നമ്മുടെ ദീർഘവീക്ഷണം. എന്നാലും മനുഷ്യനും ജിന്നുകളും ഒഴിച്ച് ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും ഓരോ വെള്ളിയാഴ്ച രാവിലെ കണ്ണ് തുറക്കുമ്പോഴും പേടിച്ചോണ്ടാ തുറക്കണം. അല്ലാ, ലോകം തകരുന്നത് വെള്ളിയാഴ്ചയാണല്ലോ എന്ന് പേടിയോടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ വെള്ളിയാഴ്ച തന്നെ നമുക്ക് അറിയാറല്ലോ. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം വെള്ളിയാഴ്ച ഒന്നും നമുക്കിപ്പോൾ ഒരു ഓർമ്മയുമില്ലാത്തൊരവസ്ഥ. ആ ഒരു ചിന്ത പോയി. വെള്ളിയാഴ്ചയെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ലാതെ പോയി. അതുകൊണ്ടാണ്
സത്യം പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. കാരണം വെള്ളിയാഴ്ച തന്നെ മറന്നുപോയി, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യേണ്ട അമലുകൾ തന്നെ മറന്നുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ലോക അവസാനത്തിൻ്റെ അടയാളം ഇത് തന്നെയാണ്. നമ്മളെന്തിനാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നോക്കുന്നത്? ലോക അവസാനത്തിൻ്റെ ഒരടയാളം നമ്മളൊക്കെ ഉസ്താദന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലാ എന്ന് വിളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാളുണ്ടാകില്ല എന്നുള്ള. വെള്ളിയാഴ്ച ജുമായ്ക്ക് അന്ന് ബാങ്ക് ലോകത്തൊരിടത്തും ഇല്ല. ലോകത്ത് ഒരു സ്ഥലത്തും അല്ലാ എന്ന് പറയുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ലോകം അവസാനിക്കില്ല എന്നാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൽ അല്ലാ എന്ന് പറയുന്ന ഒരാൾ വിളിക്കാത്ത ഒരു ദിവസം വരും, അന്നാണ് ലോകം തകരുന്നത്. അന്ന് വെള്ളിയാഴ്ച കഅബയും ഇല്ല, നിസ്കാരവും ഇല്ല, ബാങ്കും ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇപ്പം അതിനുള്ള ട്രയലാ തുടങ്ങി. വെള്ളിയാഴ്ച ഇപ്പോൾ പള്ളിയിൽ കയറാതെ ഇതൊക്കെ വരും. ഇപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ചിന്തിക്കും, ഉസ്താദെ അങ്ങനെ ഒരു കാലം വരുമോ? വരും, ഇപ്പം തന്നെ വന്നു തുടങ്ങിയില്ലേ. ഇപ്പം വെള്ളിയാഴ്ച കൊറോണയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ പള്ളിയിൽ പോയാൽ വരൂന്ന പേടിച്ചിട്ട് കയറാത്ത കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാമിൻ മലക്കിൻ മുഖറബിൻ വലാ സമാഇൻ വലാ അർളിൻ വലാ റീഹിൻ വലാ ജിബാലിൻ വലാ ബഹരിൻ ഇല്ലാ വഹുന്ന യുശഫിഖിനാ മിൻ യൗമിൽ ജുമുഅ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകൾ, ആകാശം, ഭൂമി, കാറ്റ്, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ എന്നിവ വെള്ളിയാഴ്ചയെക്കുറിച്ച് ഭയത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചുള്ള പേടിയിലാണ് ലോകത്ത് മനുഷ്യനും ജിന്നുകളുമല്ലാത്ത സർവ്വചരാചരങ്ങളും. ജുമാ ദിവസം ഒരാൾ, അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ജുമാ ദിവസം ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ അടുത്ത് പറഞ്ഞു, ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദിൻ്റെ വഅദ് കേൾക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വരാത്ത എന്താ? ഉസ്താദ് അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യും, അള്ളാഹുവേ വെള്ളിയാഴ്ച മരണം തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ, പെണ്ണ് പോലും കെട്ടിയിട്ടില്ല, ആമിയും പറയാൻ വയ്യാത്തെന്താ? ആരോ ഇങ്ങനെ പറഞ്ഞതാണ്. ചെറുപ്പക്കാർക്ക് പലർക്കും ക്ലാസ്സിന് വരണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ വന്നിരുന്ന് കേൾക്കണമെന്ന്. വെള്ളിയാഴ്ച ദിവസം മരണപ്പെടുന്നവന് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅതി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രിയിലോ പകലിലോ ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിനു ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാണ്. പടച്ചവനെ, ആ രാത്രിയിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ മുതൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രാവാകട്ടെ പകലാകട്ടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്? അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മരണം തരണേ അല്ലാ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നത് വെറുതെയല്ല. ദുആ ചെയ്തെന്ന് പറഞ്ഞത് കിട്ടണമെന്നില്ല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ, ആ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാ അവൻ 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ, ഭയാനകമായ ഖബറുണ്ടല്ലോ, ഏകാന്തതയുടെ ഖബറുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങളെ ഖബറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ സ്വഹാബത്തിരുന്ന് കരയാൻ
കാരണമായ ഖബറുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തഴവ ഉസ്താദ് പടച്ചവനെ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. പടച്ചവനെ, ഖബറിന്റെ മനോഹരമായ ആ ഭയാനകമായ രീതിയിൽ ആ ഖബറിനെ കുറിച്ച് വിവരിച്ചു തരികയാണ് മഹാനായ തഴവ ഉസ്താദ്. അല്ലാഹുവേ, അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. മഹാനായ തഴവ ഉസ്താദ് മനോഹരമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഴവ ഉസ്താദിൻ്റെ ആണ്ടാണെന്ന് തോന്നുന്നു. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു സഹോദരൻ ഒരു അനുസ്മരണം നടത്തണമെന്ന് പറഞ്ഞിട്ട്